ഈ സ്ഥലം നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതാണ് നമ്മുടെ ബാംഗ്ലൂരിലെ ടെക്നോളജി ഹബ്ബായ വൈറ്റ്ഫീൽഡ്. വൈറ്റ്ഫീൽഡ് എന്ന് പേര് വന്നത് എങ്ങനെയാണെന്നല്ല, ഇറ്റ്സ് ആക്ച്വലി നെയിംഡ് ആഫ്റ്റർ എ സർനെയിം ഓഫ് എ പേഴ്സൺ, ഡേവിഡ് എമാനുവൽ സ്റ്റാക്കംബർഗ് വൈറ്റ്. 1882 Mr. White approached the Maharaja of Mysore to allocate him some land so that he could settle along with his community. So the community comprised of Europeans and also Anglos. The Maharaja of Mysore, Mr. White, 4000 acres of land were allocated. So using this land, Mr. White, he created an agricultural community and it was self-sufficient in all aspects. Over a decade, Whitefield was still known for its agricultural area and far away from the cities. Until 1990, that's when the major IT hub started flourishing in Whitefield. Whitefield മൊത്തം 4 സിലബസ് ഉണ്ട്. ഇതിന് നമുക്ക് വാ കന്നഡയിൽ ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. അക്ഷരങ്ങളിൽ ഇത് വായാണെങ്കിൽ ഇത് വാ, ഇത് വേ, ഇത് വൈ. അടുത്തതാണ് ട. അപ്പോൾ ആട്ട, ഊട്ട. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പ്രൊനൗൺസിയേഷൻ കേൾക്കാമെങ്കിൽ ഇറ്റ് ഇസ് ട. ഫുള്ളായിട്ട് വി പ്രൊനൗൺസ് ട. പക്ഷേ നമ്മുടെ വൈറ്റിനകത്ത് ഹാഫ് സൗണ്ട് അല്ലേ. സോ ഹാഫ് ട ഇസ് റിട്ടൺ ലൈക്ക് ദിസ്. അടുത്തത് ഫീൽഡ്. അപ്പോൾ ഫീന് യു ഹവ് ടു റൈറ്റ് ഫ ഇൻ ദിസ് വേ. അപ്പോൾ ഇത് ഫ ആണെങ്കിൽ ഇത് പ. നമ്മൾ കന്നഡയിൽ ജനറലി പറയുന്നത്, ബട്ട് ഇറ്റ് ഇസ് പ ഫ. അപ്പോൾ ഫീൽഡിന് വി യൂസ് ദിസ് ഫ. അപ്പോൾ ഇത് നമ്മുടെ ഗുണിതാക്ഷരങ്ങളിൽ ഇത് ഫ, ഫ, ഫി. അപ്പോൾ ഫീ. അപ്പോൾ ഇതാണ് ഫീൽ. അടുത്താണ് ഡ്. അപ്പോൾ ഇവിടെ വി ഹാവ് ദി കോമ്പൗണ്ട് ലെറ്റർ ല പ്ലസ് ഡ. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചെറിയ സൗണ്ട് ളയാണ്. സോ ല ഇസ് റിട്ടൺ ലൈക്ക് ദിസ്. ഇറ്റ് ഇസ് ഫുൾ ല. പക്ഷെ നമുക്കിപ്പോൾ വേണ്ടത് ഹാഫ് ല. ഫീൽഡ്. വി ആർ എൻഡിങ് ദി ല സൗണ്ട് ദെയർ അല്ലേ. അപ്പോൾ ല ഇസ് ഹാഫ് ല ഇസ് റിട്ടൺ ഇൻ ദിസ് വേ. പിന്നെ ഹാഫ് ലായുടെ കൂടെ താഴെ ഒരു ചെറിയൊരു ഡ ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ്ഫീൽഡ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതാണ് കമല. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ല എവിടെയെന്ന് ഐഡന്റിഫൈ. ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത് കമന്റ്സ് എഴുതിക്കോളൂ.